പി ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഉയർത്തിയിരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്? നവീൻ ബാബു ഇരിക്കുന്ന ഒരു യാത്രയപ്പ് യോഗത്തിൽ പി ദിവ്യ ഒന്ന് പ്രസംഗിച്ചു പോയി. ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നില്ല ആ കേസിൽ. പക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും അതിനകത്ത് അവർ ജയിലിൽ പോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നിങ്ങൾ. മാത്രമല്ല അവരതിനകത്ത് അവർക്ക് ഈ ജനപ്രതിനിധി നിലയ്ക്കുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇപ്പൊ സമാനമായ ഒരു കേസ് ആത്മഹത്യാ കുറിപ്പുണ്ട്. ആത്മഹത്യ ചെയ്തയാൾ ഏത് സാഹചര്യത്തിലാണ് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആളുകളുടെ പേരുണ്ട്. അതിലൊരാൾ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്. രാജിവെക്കണമെന്ന് പറയാനുള്ള ധാർമ്മികമായ ബോധം കോൺഗ്രസിനില്ലേ? ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ബോധപൂർവമായിട്ട് ഒരു തരത്തിലുള്ള നിയമം പോലീസ് നോക്കിക്കോളും. നിയമം ഏതായാലും കോൺഗ്രസിന് ഇപ്പൊ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ധാർമ്മികത അന്വേഷണ വിധേയമായി MLA പദം രാജിവെച്ചൂടെ? എന്തേ ചെയ്യാത്തത്? അവര് നിയമപരമായ നടപടികളും കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞങ്ങളുടെ കൈകളിൽ ഈ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നത് ഞങ്ങൾക്കിതിനെ ഭയക്കേണ്ട കാര്യം. വിജയൻ ഈ സാമ്പത്തിക ഒരൊറ്റ നിമിഷം ഈ ഒരൊറ്റ മിനിറ്റിലൂടെ ഈ സാമ്പത്തിക ബാധ്യത വിജയന് വന്നു ചേർന്നത് എങ്ങനെയാണ്? അദ്ദേഹം വ്യക്തിപരമായി ഉണ്ടാക്കി കൂട്ടിയ കടമാണ്. വ്യക്തികളുടെ സാമ്പത്തിക ബാധ്യത പാർട്ടിക്ക് എല്ലാ കാലത്തും ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ കേഡർ പാർട്ടിയൊന്നുമല്ല. ഞങ്ങൾ ആളുകളിൽ നിന്ന് ലെവി സ്വീകരിക്കുന്ന പാർട്ടിയല്ല. സാമ്പത്തിക ബാധ്യത തീർക്കാൻ പലപ്പോഴും DCC വൈസ് പ്രസിഡന്റ് ജാമ്യം നിന്നത് പിന്നെ എന്തിനാണ്? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കടത്തിന് DCC വൈസ് പ്രസിഡന്റ് ജാമ്യം നിന്നത് എന്തിനാണ്? അല്ല, തീർച്ചയായിട്ടും സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വിജയേട്ടനൊരു വിഷയം വരുമ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവും ആരോഗ്യപരവും ഒക്കെ ആയ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുണ്ടാവും. എത്ര ബാലിശമായിട്ടും എത്ര മോശമായ രീതിയിലുമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇതേ സംബന്ധിച്ചെല്ലാം പ്രതികരിക്കുന്നത്. രണ്ടുപേർ മരിച്ചിരിക്കുകയാണല്ലോ. അതിൽ ഒരാൾ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. എന്നിട്ട് പോലും യാതൊരു മടിയുമില്ലാതെ അതിനെ തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയല്ല. ഇവിടെ പറഞ്ഞല്ലോ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് എഴുതി വെച്ച കത്തിൽ KPCCക്ക് ഉൾപ്പെടെ നൽകാനുള്ള കത്തിൽ കൃത്യമായി ഞാൻ പറയുമ്പോൾ താങ്കൾ പറയുമ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, അതായത് ഇത് തന്നെയാണ് പ്രശ്നം. ഇതിൽ പറയുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കണം. അതായത് ഇവിടെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് താങ്കളോട് ഇവിടെ അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താ? സൗഹൃദത്തിന്റെ പേരിൽ ഒപ്പിട്ടു എന്നാണ്. നിങ്ങൾ നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് തരാനുള്ളത് എന്ന് കത്തിൽ NM വിജയേട്ടൻ എഴുതിയിരിക്കുന്നു. അത് അദ്ദേഹം എഴുതിയ കത്തല്ല എന്ന് ഇവർ പറയുന്നുണ്ടോ? NM വിജയേട്ടനാണ് ഈ സാമ്പത്തിക ഇടപാട് മൊത്തം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടോ? അങ്ങനെയാണ് അങ്ങനെ പ്രതികരിക്കട്ടെ. ഇവിടെ ഒരു 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരാൾ മരിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ സമ്പത്ത് കൊന്നുകൂട്ടാൻ